ഞാൻ തുടങ്ങട്ടെ. അർജന്റീന ടീം വരുമോ ഇല്ലയോ, മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ 2 ദിവസമായിട്ട് വലിയ രീതിയിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട്. മെസ്സിയും അർജന്റീനിയൻ ടീമും കേരളത്തിൽ എത്താത്തതിന് കാരണം സ്പോൺസറായ റിപ്പോർട്ടർ ചാനൽ പണം നൽകാത്തതെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. നിരന്തരമായി ഇയാളെന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. ആരാണ് ഈ ലയണൽ മെസ്സിയെയും അർജന്റീന സംഘത്തെയും കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്നേറ്റ സ്പോൺസർ? ആ സ്പോൺസർ ഞങ്ങൾ തന്നെയാണ്. ഒരു ചാനൽ രാവിലെ ഒരു വ്യാജ വാർത്ത കൊടുക്കുന്നു. ആ വ്യാജ വാർത്ത ശരിയാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നു. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. കരാർ ലംഘനം ചൂണ്ടിക്കാണിച്ച റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സർക്കാരും നിയമ നടപടി സ്വീകരിക്കാൻ സാധ്യത. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് റിപ്പോർട്ടർ TV എന്ന് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ പറയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. അത് TV എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു മാധ്യമ സ്ഥാപനമാണ്. അതവർ നടന്നോളും. മാധ്യമ സ്ഥാപനം അല്ലല്ലോ പിന്നെ എന്ത് കൊണ്ടിരുന്നത്, ഈ പറഞ്ഞ പിന്നെ മെസ്സിനെ കൊണ്ടിരുന്നത്. അതാ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അവന്റെ കയ്യും കാലും തല്ലി ഒടിച്ചെടുത്ത തോട്ടിലേക്ക് ഇടണം. ആരാണ് ഈ ലയണൽ മെസ്സിയെയും അർജന്റീന സംഘത്തെയും കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്നേറ്റ സ്പോൺസർ? ആ സ്പോൺസർ ഞങ്ങൾ തന്നെയാണ്. കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. ഇനി ഇതുപോലുള്ള വൃത്തികേടും കാണിച്ച് എന്റെ പിറകെ നടന്നാലുണ്ടല്ലോ. നീ ടെൻഷൻ അടിക്കണ്ട, നീ റൊണാൾഡോനെ മാർക്ക് ചെയ്താൽ മതി. ഗോളൊക്കെ അടിച്ചോളാം. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക പോണോ?